അച്ഛനാണെന്ന അവകാശവാദവുമായി മദ്യപിച്ചെത്തിയ അപരിചിതന് ജനസേവാ ശിശുഭവനിൽ കഴിയുന്ന കർണാടക സ്വദേശിനിയായ 14-കാരിയെ വിട്ടുകൊടുക്കാൻ ശിശുക്ഷേമ സമിതി പുറപ്പെടുവിച്ച ഉത്തരവ് വിവാദമാകുന്നു. വന്നവരെ അറിയില്ലെന്നും തന്നെ വിട്ടുകൊടുക്കരുതെന്നും കുട്ടി കരഞ്ഞു പറഞ്ഞിട്ടും അപരിചിതർക്ക് ഒപ്പം പോകാൻ സമിതി നിർബന്ധിച്ചുവെന്നാണ് ആരോപണം. പെൺവാണിഭ സംഘത്തിൽ നിന്ന് രക്ഷ തേടി വന്ന നാടോടി സ്ത്രീ വർഷങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ച കുട്ടിയാണ് വിട്ടുകൊടുക്കാൻ ശിശുക്ഷേമ സമിതി നിർദ്ദേശം നൽകിയത്. ഞാൻ ഇവിടുന്ന് കോടതിയിൽ ചെന്നു വേറെ സ്കൂളിലേക്ക് അഡ്മിഷന്. അപ്പം എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്ക് ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം എവിടേക്കാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ഒപ്പം വീട്ടിൽ പോകാനാന്ന്. സ്കൂൾ മാറ്റി ചേർക്കുന്നതിനായി ജനസേവാ ശിശുഭവൻ CWCക്ക് മുന്നിൽ ഹാജരാക്കിയ 14-കാരിയെയാണ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞെത്തിയ ബാംഗ്ലൂർ സ്വദേശികൾക്ക് വിട്ടുകൊടുക്കാൻ അധികൃതർ ഉത്തരവിട്ടത്. ഇവരെ തനിക്കറിയില്ലെന്നും അച്ഛനെന്ന് പറയുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടെന്നും കുട്ടി CWC അധികൃതരോട് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു അതങ്ങനെ പറഞ്ഞ പറ്റില്ല, ഓർഡർ കിട്ടിയിട്ടുണ്ടോ. അപ്പം പറഞ്ഞു എനിക്ക് പോകണ്ട. അപ്പം അവർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് പോയി നിൽക്കാൻ പറഞ്ഞു. എന്താ മോള് പോണ്ടെന്ന് പറഞ്ഞ എന്താ? അച്ഛൻ്റെ കൂടെ പോണ്ടെന്ന് പറഞ്ഞ എന്താ? എനിക്കറിയത്തില്ല അവരെ. വന്നിരിക്കുന്നത് തന്റെ അമ്മയല്ലെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ അമ്മ മരിച്ചുവെന്നും വന്നത് രണ്ടാനമ്മയാണെന്നുമായിരുന്നു അപരിചിതരുടെ മറുപടി. തന്നെ ഇവർക്കൊപ്പം വിടരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അധികൃതർ അലിഞ്ഞില്ല. ആരെയൊക്കെ കണ്ടെന്ന് മോളെ വേണമെന്ന് പറഞ്ഞു വന്നേ ആരെയൊക്കെയായിരുന്നു? എൻ്റെ അച്ഛനാന്ന് പറഞ്ഞു, പിന്നെ രണ്ടാനമ്മ എന്നൊക്കെ പറയണ്ടേ. പിന്നെ അവിടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണോ? എൻ്റെ അമ്മ അല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. മോൾ അമ്മയെ ചോദിച്ചോ അവരോട്? ചോദിച്ചപ്പോൾ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. ഭർത്താവ് തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുൻപ് ജനസേവാ ശിശുഭവനിലെത്തിയ നാടോടി സ്ത്രീയുടെ പെൺകുട്ടിയാണ് ദുരന്തമുഖത്തേക്ക് വീണ്ടും തള്ളിവിടുന്നത്. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, കൊച്ചി.